ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ചക്കപ്പം ഉണ്ടാക്കാൻ പോവാണ്. ചക്ക അങ്ങനെ ഇത് ചക്ക മുറിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫുൾ എടുത്തിട്ട് ശരിയാക്കട്ടെ. ചക്കനെ ശരിയാക്കിയിട്ട് അങ്ങനെ അതിനെ ശരിയാക്കിയിട്ടായി. ഇത് റെഡി. അങ്ങനെ എന്താക്കണം അറിയാം, അരിയും പച്ചരി. ഞാൻ പച്ചരി പുതിർത്തിയിട്ടുണ്ട്. പച്ചരി ചക്ക ഇട്ടിട്ട് നല്ലപോലെ അരക്കണം. കുറച്ച് ഒരു കഷ്ണം പല്ലം ഇടണം. ഇത് നല്ലപോലെ അരച്ചതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വെല്ലം എടുക്കണം. കഷ്ണം വെല്ലവും ചക്കവും പിന്നെ അരി പച്ചറി ആവശ്യത്തിന് പച്ചറി. നിങ്ങൾക്ക് എത്ര അപ്പത്തിൻ്റെ ആവശ്യമുണ്ട് എത്ര പച്ചറി എടുക്കണം. എന്താ ഇത് ഞാൻ രണ്ടും കൂടി എല്ലാം അരച്ചിട്ട് കാണിക്കാം. പച്ചറി, ചക്ക, വെല്ലം ഇത് മൂന്ന് ഇട്ടിട്ട് ഞാൻ അരച്ചിട്ട് ഇപ്പം കൊണ്ടുവരാൻ കാണിക്കാം. പച്ചറി ഇട്ട് ചക്ക ഉള്ളിലേക്ക് കഷ്ണം വെല്ലം ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടണം. നല്ലപോലെ അരിയണം. ചക്കയും പച്ചറിയും നല്ലപോലെ അരിയണം. ഒരു മുറി തേങ്ങ ഇടാം. ലാസ്റ്റില്ല ഉണ്ടാക്കുമ്പോൾ തേങ്ങ കുത്താക്കിയിട്ടുണ്ട്. ഇപ്പം അരക്കപ്പെടും. തേങ്ങ ചക്ക, അരി ഇത് മൂന്നും കൂടി കുറച്ച് വെല്ലം ഇട്ടിട്ട് ഇതുപോലെ അരിയണം. ഇതുപോലെ ആണോ. എന്നിട്ട് ഇതിലേക്ക് ഈ തേങ്ങ കൊണ്ടുപോലും ഇടണം. ഇതുപോലെ മിക്സ് ആക്കണം. നല്ലപോലെ മിക്സ് ആക്കണം. വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഇതുപോലെ ഇളക്കിയിട്ട് ഇതുപോലെ ആണോ എന്താ എന്നിട്ട് ഞാൻ റാസീന അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല വേണമല്ലോ. ഞാൻ ഇങ്ങനെ പറയുന്നില്ല, അപ്പത്തിൻ്റെ ഇല അറിയും. അങ്ങനെ അപ്പത്തിൻ്റെ ചപ്പല പറിക്കാൻ പോയി. ഇല പറിക്കാൻ പോയി. അവന് കാണുന്നുണ്ടാ. ഞങ്ങളുടെ ഇലപ്പുറത്തളപ്പിലേക്കാണ് പോയത്. അതിന് നടന്ന ഇല ഇങ്ങനെ പറിച്ചോണ്ട് വരാൻ പോയി. കാണുന്നുണ്ടാ. റാസിയുടെ ഇല പറിക്കുന്നുണ്ട്. ഞാൻ പോകാത്ത കുഞ്ഞിൻ്റെ കൊണ്ട് പോയിക്കാം. ചൊട്ടോടർക്കി മൊത്തം ഉണ്ടാക്കിയിട്ട് വെച്ച്
ഇതാണ് ചക്കപ്പം. റാസി തിന്നുന്നു. അതിനുണ്ട് റാസി ചക്കപ്പം, അതിനുണ്ട് റാസി ചക്കപ്പം തിന്നുന്നു. ചക്കപ്പം വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. സപ്പോർട്ട്, ലൈക്ക് എല്ലാവരും.